അതിൻ്റെ ഒപ്പം എത്തണം നമ്മൾ. അതിന് ഇവരെ കൂടെ അഭിനയിച്ചാലേ പറ്റുള്ളൂ. ചേട്ടാ അപ്പോഴേ കഴിഞ്ഞ ദിവസം സെലിംകുമാറായിട്ടൊരു കാര്യം പറഞ്ഞു. അതായത് ഇപ്പോൾ കോമഡി സിനിമകൾ ഭയങ്കര കുറവാണ്, മൊബൈൽ നോക്കി ചിരിക്കേണ്ടി വരികയാണ്, അനുഭവങ്ങൾ കുറവാണ് ആളുകൾക്ക്, അതുകൊണ്ടാണ് കോമഡി സിനിമകൾ ഉണ്ടാകാത്തതെന്ന്. താങ്കളിപ്പോൾ സീരിയസ് സിനിമകളാണല്ലോ ചെയ്യുന്നത്, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഞാൻ സീരിയസ് സിനിമ ചെയ്യുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, കോമഡി സിനിമ വരാത്തോണ്ടാണ്. എന്നെ തീരെ വരുന്നില്ല. എനിക്ക് അനുഭവം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തമാശകൾ. ഞാൻ ഒരു സ്പേസ് ഇട്ട ഇവരോട് ചോദിച്ചറിയാം, ചോദിച്ചു നോക്കി ഇവിടെ ഇരിക്കുന്നവർ ഒരു സ്പേസ് ചെറുകിയപ്പെട്ട് അപ്പം ഞാൻ തമാശ അതിനെ ഉണ്ടാക്കാൻ നോക്കും. അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. എന്നോട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 50 സ്ക്രിപ്റ്റെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. കുറഞ്ഞതാണത്. തമാശ സിനിമകൾ എന്ന് പറഞ്ഞ് കഥ പറഞ്ഞ കൂട്ടത്തിൽ ഒരു 50 ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വർക്കൗട്ടായില്ല. അതത്ര നമ്മൾ സുഖമാകുന്നില്ല. അപ്പൊ നല്ല കോമഡി സിനിമകൾ ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ ഇപ്പോഴും സ്പേസ് ഉണ്ട് അതിന്. അത് ഉണ്ടാക്കണമെങ്കിൽ പണിയാണ്. എന്നോട് വലിയ ഡയറക്ടർ എന്നോട് ചോദിച്ചു, അത്ര എക്സ്പീരിയൻസ് ഉള്ളതല്ല, എന്നാലും വലിയൊരു ഡയറക്ടറാണ്, നല്ലൊരു പടം ഇറങ്ങാൻ വേണ്ട. ആ ഡയറക്ടർ എന്നോട് ചോദിച്ചാൽ പഞ്ചാബി ഹൗസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. അപ്പൊ അത് അവർക്കല്ലേ അറിയാൻ പറ്റില്ല, എനിക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ന് പറയുന്ന പോലെ അതിനെ കുറിച്ചിട്ട് ഇറങ്ങാൻ അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കോമഡി അഭിനയിക്കാൻ മാത്രമല്ല അത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ നേരം മറ്റും ചെയ്യാമായിരിക്കും, അങ്ങനെ എനിക്ക് ചിലപ്പോൾ തോന്നുന്നത്. പക്ഷെ ഇതിനെല്ലാവരും പേനയെ കൂടി സാധനം വന്നാലേ പേപ്പറിലേക്ക് വന്നാലേ നടക്കുള്ളൂ. അത് ഇറങ്ങും, വരും, തമാശ വരും. അതുപോലത്തെ കോമഡി ഇനി വേണ്ടല്ലോ. അല്ല, കോമഡികൾക്ക് ഈ പറഞ്ഞ കാലഘട്ടം അനുസരിച്ച് ഇപ്പൊ പാകിസ്ഥാൻ ചെയ്ത കോമഡി അല്ലല്ലോ ഇപ്പൊ ഞങ്ങൾ ചെയ്ത കോമഡിക്ക് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എഴുതി വരണം, അല്ലെങ്കിൽ അതുപോലെ കണ്ടന്റ് ഉണ്ടാവണം, അതുപോലെ സീൻസ് ഉണ്ടാവണം, ക്യാരക്ടർ ഉണ്ടാവണം. ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് ഇത് ആലോചിച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി പണിയാണ്. അങ്ങനത്തെ വരാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തമാശ സിനിമ ചെയ്യാൻ പേടിക്കുന്നത്. ഒരു തമാശ സിനിമ എന്ന് രോമാഞ്ചം എന്ന് പറയുന്ന പടം ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് കണ്ടതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റിയിട്ടുള്ളത്. അത് ഭയങ്കര അടിപൊളി കോമഡി എന്നല്ല, പക്ഷെ റിയാക്ഷൻ വെച്ചിട്ട് ഡയറക്ടർ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്തു. എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം പുതിയ ആൾക്കാരായിരുന്നു. അവരെ കാണാത്ത ഫേസ്, ന്യൂ ഫേസ് ആയിരുന്നു കുറെ പേര്. അവരുടെ റിയാക്ഷൻസ് ഗംഭീരമായിരുന്നു. ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്ത സിനിമയാണെന്ന് തോന്നി കോമഡി സിനിമയിൽ രോമാഞ്ചം. അപ്പൊ അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈ തമാശ പടം. അത് എഴുതി എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ. അതുകൊണ്ട് വരുന്ന നല്ല പ്രതീക്ഷയുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. പഞ്ചാബത്തിലെ ക്യാരക്ടറുകൾ ഇപ്പോഴും കണ്ടാലും ആ കോമഡി തന്നെയാണ് വർക്കൗട്ടാവുന്നത്. പുതിയ ക്യാരക്ടേഴ്സിനൊക്കെ പോയി പുതിയ ജനറേഷനിലെ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് പേടി കൊണ്ടാണോ? അല്ല, അങ്ങനെ പേടിയൊന്നുമില്ലല്ലോ ഇതിന്. അതങ്ങനെ ചെയ്തെടുക്കാതെ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടില്ലേ? അതായത് ചിലപ്പോ പേപ്പറുണ്ടാവും. ഞങ്ങളല്ല, എനിക്ക് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പേപ്പറിൽ എഴുതിയിരിക്കുന്ന തന്നിട്ടൊരു സിനിമ വന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അതുമേലെ ഇപ്പൊ പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് കിട്ടിയാൽ എന്റെ ഭാഗ്യമാണ്. പഞ്ചാബി ഹൗസിന്റെ സിനിമ ആദ്യം തലയിലും ഉദിക്കുന്നത് റാഫി ബക്കാട്ടിന്റെ ബ്രെയിനിലാണ്. അവർ രണ്ടുപേരും കൂടിയാണ് രമണൻ ഉണ്ടാക്കിയത്, മുതലാളിനെ ഉണ്ടാക്കിയത്, കുഞ്ഞിനെ ഉണ്ടാക്കിയത്, പഞ്ചാബികളെ ഉണ്ടാക്കിയതൊക്കെ അവരാണ്. അവർ ഞങ്ങളുടെ ശരീരത്തിൽ പോസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ 2 പേര് വേണം. അതുണ്ടാവട്ടെ, അതുണ്ടാവും, നല്ല സിനിമ ഉണ്ടാവും, നല്ല താമസം